ഹലോ, അപ്പോൾ നമ്മുടെ ട്രിപ്പിലെ ഡേ 2 ആണിന്ന്. നമ്മളിപ്പോൾ തേക്കടിയിലാണുള്ളത്. രാവിലെ തന്നെ എല്ലാവരും വേഗം റെഡി ആവുകയാണ്. നമ്മളാണെങ്കിൽ തേക്കടി വരുന്നതിന് മുമ്പ് വേറെ ഒരുപാട് പേരുടെ വീഡിയോസൊക്കെ നോക്കിയപ്പോൾ രാവിലത്തെ ബോട്ടിംഗ് ട്രിപ്പായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമുക്ക് ആനിമൽസിനെയൊക്കെ കാണുന്നെങ്കിൽ രാവിലെ 7:30-ക്കും 9:30-ക്കും ഉള്ള ബോട്ടിംഗ് ട്രിപ്പിന് പോകണമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ 9:30-യുടെ ട്രിപ്പിന് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ പക്ഷേ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയില്ല. അപ്പോൾ നേരെ അവിടെ ചെന്നിട്ട് വേണം ബാക്കി ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തിരിക്കുന്ന ഇവിടുന്ന് 2 കിലോമീറ്റർ മാത്രമേ അങ്ങോട്ട് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. അപ്പോൾ പെരിയാർ ഹോളിഡേയ്സിലാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തേക്കടിയിൽ വരുന്നവർ എന്താണെങ്കിലും റൂമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് പെരിയാർ ഹോളിഡേയ്സ്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂംസ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ചെക്ക് പോസ്റ്റിലേക്കാണ്. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ പാർക്കിങ്ങിൽ നമ്മുടെ വണ്ടി ഇട്ടിട്ട് അവിടെ നിന്നുള്ള അവരുടെ ബസ്സിലാണ് കേട്ടോ നമ്മളെ ഫോറസ്റ്റിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ചെക്ക് പോസ്റ്റിനുള്ളിൽ നമ്മുടെ വണ്ടി കയറ്റാൻ പറ്റും. പക്ഷേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിനുള്ളിൽ സ്റ്റേ ചെയ്യാനുള്ള റൂംസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ റൂം ബുക്ക് ചെയ്തവർക്ക് മാത്രമേ അങ്ങോട്ട് കയറാനായിട്ട് പറ്റുള്ളൂ. അതും വൈകുന്നേരം 5 മണിക്ക് മുന്നേ തന്നെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. അതിന് മുന്നേ നമ്മൾ അതിനുള്ളിൽ എൻട്രി ചെയ്യണം. ഞങ്ങളിപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അതിന് ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ബോട്ടിങ്ങിൻ്റെ അല്ല. ഞങ്ങൾ ആദ്യം ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മളിവിടെ എടുക്കുന്നത് ബസ് ടിക്കറ്റാണ്. ബസ് ടിക്കറ്റ് എടുത്തിട്ട് ഈ കാണുന്ന ബസ്സിലാണ് നമ്മളെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ബസ് എടുക്കാനായിട്ട് ഇനിയും ടൈമുണ്ട്. എല്ലാവരും ടിക്കറ്റൊക്കെ എടുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ പോയി ചായയൊക്കെ കുടിച്ചു. ഇവിടെയാണെങ്കിൽ നല്ലൊരു ക്ലൈമറ്റാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ചൂടുമില്ല, ഒരുപാട് തണുപ്പില്ലാത്ത നല്ലൊരു ക്ലൈമറ്റാണ്. ഞങ്ങളിങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് പെട്ടെന്ന് ബസ്സിലൊക്കെ ഒരുപാട് ആൾക്കാർ കയറി നിറയുന്നത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ചായയൊക്കെ പെട്ടെന്ന് കുടിച്ചിട്ട് ബസ്സിലേക്ക് ഓടിക്കയറി. ഇവിടെയാണെങ്കിൽ 7 ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ബസ് വീണ്ടും റിട്ടേൺ വരും. അപ്പോൾ ഈ 8:30-യുടെ ബസ്സിൽ കയറിയാലാണ് നമുക്ക് 9:30-യുടെ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം അടുത്ത ഈ ബസ് തിരിച്ചു വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് 11 മണിയുടെ ടിക്കറ്റ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. അങ്ങനെ നമ്മൾ പെരിയാർ ടൈഗർ റിസർവിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ബസ്സിൽ കയറിയപ്പോൾ തൊട്ട് ഇറങ്ങുന്നവരെ ഈ ക്യാമറ ഉണക്കി പിടിച്ചോണ്ടിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഈ കാടിൻ്റെ സൈഡിൽ ആന ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആനിമൽസിനെയൊക്കെ കണ്ടുകൊണ്ടായിരിക്കും പോകുന്നതെന്ന്. പക്ഷെ അങ്ങനെയൊന്നും കണ്ടില്ല. ഒരു മാനിനെ കണ്ടായിരുന്നു. പക്ഷെ അതാണെങ്കിൽ ഞാനിരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് എനിക്കതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എന്താണെങ്കിലും ബോട്ടിങ്ങിന് പോകുമ്പോൾ ആനിമൽസിനെ കാണാം എന്ന പ്രതീക്ഷയിലാണ് പോകുന്നത്. പക്ഷേ ആണെങ്കിൽ നമ്മൾ തേക്കടി വരുന്നതിന് മുമ്പ് ഞാൻ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ പലരും പറയുന്നത് ആനിമൽസിനെ കാണാമെന്ന് പറയുന്നത് ഒരു ലക്കാണ്. ചിലർക്ക് കാണാൻ പറ്റും, ചിലർക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ബോട്ടിങ്ങിൻ്റെ ടൈം പോലെ ഇരിക്കും ആനിമൽസ് വരുന്നത്. രാവിലെയും വൈകുന്നേരമൊക്കെ ആനിമൽസൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വരുമെന്നാണ് പറയുന്നത്. ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ആനിമൽസിനെ കാണാനേ പറ്റില്ല. അപ്പം ഞങ്ങളിത് അവിടെ വന്ന് ടിക്കറ്റൊക്കെ എടുത്തു. നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൾട്ട്സിന് 255 പിന്നെ ചിൽഡ്രൻസിനാണെങ്കിൽ 85 രൂപയാണ് വരുന്നത്. ഇവിടെ ആണെങ്കിൽ എല്ലാവരും ഫസ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര തിക്കും തിരക്കലും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ എപ്പോൾ ചെന്നാലും നമ്മുടെ സീറ്റ് നമ്പർ അനുസരിച്ചിട്ടായിരിക്കും അവിടെ ഇരുത്തുക. പിന്നെ ബോട്ടിൻ്റെ നെയിം അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കയറുക. നമ്മുടെ പേര് വനജോത്സ്ന എന്നായിരുന്നു നമ്മുടെ ബോട്ടിൻ്റെ പേര്. അപ്പോൾ ബാക്കിയുള്ളവരുടെ പിന്നെ വനലക്ഷ്മി ഉണ്ട്, പിന്നെ വനദർശൻ, അങ്ങനെ 2-3 ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് 9 സീറ്റ് 3, 3, 6, 3, 9. അങ്ങനെ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു.
ഫസ്റ്റ് തന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തോ ആനിമൽ വെള്ളം കുടിക്കാൻ വന്നതെന്നാണ്. പക്ഷെ അതെന്തോ മരത്തിൻ്റെ കൊമ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും കാട്ടിനുള്ളിലേക്ക് നോക്കിയിരിക്കുകയാണ് ഏതെങ്കിലും ആനിമൽസ് ഇറങ്ങി വരുന്നുണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറേ ദൂരം വന്നു, പക്ഷേ ആനിമൽസിനെ ഒന്നും കാണാൻ പറ്റിയില്ല. ആൻഡ് ഫൈനലി ഇവിടെ ഒരു സാധനത്തിന് നമ്മൾ കണ്ടു. ഇതെന്താണെന്ന് വെച്ചാൽ മാനിനെ പോലെ തന്നെ ഇരിക്കുന്നു. മ്ലാവാണോ കലമാനാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ അതിൻ്റെ സൈഡിലൊരു കുഞ്ഞ് കാട്ടുപന്നി നിൽപ്പുണ്ടായിരുന്നു. വീണ്ടും സെയിം ആനിമലിനെ തന്നെയാണ് നമുക്ക് പിന്നെയും കാണാൻ പറ്റിയത്. അതാണെങ്കിൽ ഒരുപാടുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ നിന്ന് പുല്ലൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദൂരം കൂടെ വന്നപ്പോൾ വീണ്ടും ആ ഒരു മാനും പിന്നെ അതിൻ്റെ കൂടെ കാട്ടുപോത്തും നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്നാൽ നന്നായിട്ട് കാണാനൊന്നും പറ്റില്ല. ഇപ്പം ഞാൻ ഇത് സൂം ചെയ്തത് കൊണ്ട് മാത്രമേ കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു പൊട്ട് പോലെ എന്തോ ഒരു സംഭവം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ അടുത്തേക്കൊന്നും പോയില്ല, നമ്മൾ ദൂരെ കൂടെ തന്നെയാണ് പോയത്. അങ്ങനെ എല്ലാവരുടെയും കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ആനേനെ കണ്ടിരിക്കുകയാണ്. അവിടെ 3 ആന നിൽപ്പുണ്ട് കേട്ടോ. ഒരു കുഞ്ഞാന പിന്നെ 2 വലിയ ആനയും നിൽപ്പുണ്ട്. അതെൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു. പക്ഷേ ബോട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും പിന്നെ നന്നായിട്ട് കാണാൻ പറ്റി. 3 ആനയുണ്ട്, പിന്നെ സൈഡിൽ കൂടെ ഒരു കാട്ടുപന്നി കുഞ്ഞ് നടന്നു പോകുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ എന്ത് ചെറുതാണെന്നറിയാമോ ആനയൊക്കെ. ഞാനാണെങ്കിൽ സൂം ചെയ്താണ് എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരുന്നത്. അതിൽ ഒരു ആനയാണെങ്കിൽ നമ്മളെ നോക്കി കുറേ നേരം നിന്ന് തുമ്പിക്കയൊക്കെ പൊക്കി ഹായൊക്കെ തന്നിട്ടാണ് കേട്ടോ വിട്ടത്. എന്തായാലും ആനേനെ കാണാൻ പറ്റിയതിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചുമ്മാ ബോട്ടിങ്ങിന് പോയിട്ട് തിരിച്ച് ആനിമൽസിനെ ഒന്നും കാണാതെ പോരേണ്ടി വന്നേനെ. ആനേനെ കണ്ട സ്പോട്ടിൽ നിന്ന് നേരെ ബോട്ട് തിരിച്ചിങ്ങോട്ട് പോരാണ് ചെയ്തത്. കൂടുതൽ ദൂരമൊന്നും അങ്ങോട്ട് പോയില്ല. അങ്ങനെ കറക്റ്റ് 11 മണിയപ്പോഴത്തേക്ക് നമ്മളിവിടെ തിരിച്ചെത്തി. 9:30 തൊട്ട് 11 മണി വരെയാണ് കേട്ടോ ബോട്ടിംഗ് ടൈം പറയുന്നത്. കറക്റ്റ് 11 മണിക്ക് തന്നെ നമ്മളിവിടെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ബോട്ടിങ്ങിനെ പറ്റിയിട്ടുള്ള എക്സ്പീരിയൻസ് പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ബോട്ടിങ്ങിന് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കാറ്റും പിന്നെ കാടൊക്കെ കണ്ട് പിന്നെ ആനിമൽസിനെയും കൂടെ കാണാൻ പറ്റിയത് കൊണ്ട് എന്തായാലും കൊള്ളായിരുന്നു. എന്താണെങ്കിലും പോകണമെങ്കിൽ 7:30 9:30 ട്രിപ്പിന് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് അടുത്ത ബസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ബസ് വന്നിട്ടുണ്ട്, പക്ഷെ അത് എടുത്തിട്ടില്ല. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു കുരങ്ങനെയും കണ്ടു, പിന്നെ ആ ഒരു മാനിനെയും കണ്ടു. നമുക്കുള്ള ബസ് വന്ന് നമ്മൾ തിരിച്ചു പോവാണ്. ഈ കാണുന്നതൊക്കെ ഓരോ റിസോർട്ടാണ് കേട്ടോ. കാടിനുള്ളിൽ കുറേ റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ താമസിക്കണമെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആകും. ഫോറസ്റ്റിനുള്ളിൽ പിന്നെ കുരങ്ങൻ്റെയൊക്കെ ശല്യം ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. മസാല ദോശയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് മുന്തിരിത്തോട്ടത്തിലേക്കാണ്. ഇവിടെ കമ്പത്തെ മുന്തിരിത്തോട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴി നമ്മൾ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ട് നിർത്തിയതാണ്. അവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല, അവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ തിരിച്ചു പോയി. കയ്യെ പിടിക്കും. കയ്യുടെ പുറത്ത് മതി മതി മതി. ഇവിടെ അപ്പോൾ നമ്മൾ കമ്പത്തേക്ക് പോകുന്ന വഴി ഇവിടെ നല്ല മാങ്ങ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ മാങ്ങ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വണ്ടി നിർത്തിയത്. അപ്പോൾ മാങ്ങയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെ നേരെ ഇവിടെ മുന്തിരിത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു.
അവിടെ നിന്ന് നമ്മളൊരു കരിക്ക് കുടിക്കാമെന്ന് പറഞ്ഞ് അവിടെ ഷോപ്പിൽ ചെന്നു. പക്ഷേ അവിടെ കരിക്ക് വെട്ടാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ചൂടാണ്. 100 രൂപ മാത്രം. വാങ്ങ എന്ത് ബൊമ്മ എടുത്താലും 100 രൂപ മറ്റും. 100 രൂപയ്ക്ക് ഒരു ബൊമ്മ. 100 രൂപ 100 രൂപ 3 തോൽ. ഏത് കാലം 100 രൂപ മാത്രം. 100 രൂപയ്ക്ക് ഒരു കരിപ്പ. 100 രൂപയ്ക്ക് ഒരു ബൊമ്മ. ഏത് കൈലി എടുത്താലും 100 രൂപ മാത്രം. 100 രൂപയ്ക്ക് ഒരു കൈലി. വായോ വായോ. 100 രൂപ മാത്രം. 100 രൂപയ്ക്ക് ഒരു കൈലി. വായോ വായോ. ഏത് പാവ എടുത്താലും 100 രൂപ മാത്രം. 100 രൂപ. ഏത് 100 രൂപ മറ്റും. 100 രൂപയ്ക്ക് ഒരു 100 രൂപ മാത്രം. 100 രൂപയ്ക്ക് ഒരു കൈലി. ഈ കരിക്ക് മെയിനായിട്ടും കുടിക്കുന്നത് അതിനുള്ളിലിരിക്കുന്ന ഈ സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എൻ്റെ കരിക്കിനുള്ളിൽ മാത്രം എന്താ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതാണെങ്കിൽ ഭയങ്കര കയ്പ്പായിരുന്നു കേട്ടോ, മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് മധുരമുള്ള കരിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് കഴിച്ചു. തേക്കടിയിൽ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ചൂട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ചൂടായിരുന്നു. നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും വീണ്ടും വീണ്ടും ഇങ്ങനെ കുടിക്കാനായിട്ട് തോന്നിക്കൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു ഷോപ്പിൽ കയറി. ഇതാണെങ്കിൽ ഫുള്ള് ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് ആണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നൊരു ഇവിലൈസിൻ്റെ ഡ്രീം ക്യാച്ചർ ഞാൻ കുറേ നാളായിട്ട് നോക്കുന്നു. ഓൺലൈനിലൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ വാങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷേ അതിലൊക്കെ ഞാൻ 100 രൂപയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 280 രൂപയാണ് അവർ പറഞ്ഞത്. അത്യാവശ്യം റേറ്റ് കൂടുതലായത് കാരണം ഞാനത് വാങ്ങിയില്ല. അങ്ങനെ നമ്മളിതാ മുന്തിരിത്തോട്ടത്തിലേക്ക് കയറി. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഇവിടെ ബേർഡ്സ് ഷോ ഒക്കെ നടക്കുന്നുണ്ട്. ബേർഡ്സ് ഉണ്ട്, പാമ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളവിടെ ഒന്നും കയറിയില്ല. പിന്നെ നേരെ നമ്മൾ മുന്തിരിത്തോട്ടത്തിലേക്കാണ് കയറിയത്. അകത്തേക്ക് കയറിയപ്പോഴാണെങ്കിൽ എല്ലാവരും ഇതിനുള്ളിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. വെയിലായതുകൊണ്ട് ആരും പുറത്തൊന്നും ഇറങ്ങുന്നില്ല. നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ കണ്ടത് നിറയെ പച്ച മുന്തിരികളായിരുന്നു. അതിൻ്റെ അപ്പുറത്താണ് പഴുത്ത മുന്തിരികളൊക്കെ ഉള്ളത്. നമുക്കിവിടെ മുന്തിരി പറിക്കുന്നതിന് ഒരു മുന്തിരി പറിച്ചാൽ 500 രൂപയാണ് കേട്ടോ ഫൈൻ വരുന്നത്. പിന്നെ ഇവിടെ ചെറിയ ഗെയിമിംഗ് സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സൈക്ലിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ വെയിലായതുകൊണ്ട് അധികം ആൾക്കാരൊന്നും കയറുന്നില്ല. പിന്നെ വെയിൽ കുറഞ്ഞ ടൈമിലാണ് എല്ലാവരും അതിലൊക്കെ കയറാൻ തുടങ്ങിയത്. അങ്ങനെ കുറച്ച് വെയിൽ കുറഞ്ഞപ്പോൾ ഞങ്ങൾ മുന്തിരിത്തോട്ടം കാണാനായിട്ട് ഇറങ്ങി. ഒരു സൈഡിൽ ഫുള്ള് മുന്തിരിയൊന്നും ഇല്ല, അതിപ്പോൾ വിളവെടുത്തതേ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഫുള്ള് പച്ച മുന്തിരിയാണ്. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് പഴുത്ത മുന്തിരിയൊക്കെ ഉള്ളത്. ഇത്രയും മുന്തിരിയൊക്കെ കാണുമ്പോൾ എന്താണേലും നമുക്ക് ഒരെണ്ണം പറിക്കാൻ തോന്നും കേട്ടോ. എനിക്കും പറിക്കാൻ തോന്നി. പക്ഷേ പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ 500 രൂപയാണ് ഫൈൻ കൊടുക്കേണ്ടത്. ഇവിടെ 1 കിലോ മുന്തിരിക്ക് 100 രൂപയാണ്. അപ്പോൾ നമ്മൾ 5 കിലോ മുന്തിരിയുടെ പൈസയാണ് ഒരു മുന്തിരി പറിച്ചാൽ കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആരും അത് പറിക്കാൻ പോയില്ല. നല്ല റിസൾട്ട് കിട്ടും. പ്യുവർ ഗ്രേപ്പ് ഓയിലിൽ പண்றது. ഇവിടെ മുന്തിരി കൊണ്ട് ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ലിപ് ബാം, ഫേസ് വാഷ്, ഫേസ് ജെല്ല്. നമ്മളൊരു ലിപ് ബാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി ജ്യൂസ് അവിടെ തന്നെ കിട്ടും. ഇനിയിപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊന്ന് പോവുകയാണ്. ഇവിടെ നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ തന്നെ ഒരുപാട് ഹോട്ടലുണ്ട് കേട്ടോ. കേരള ഹോട്ടലൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഫുൾ ആളാണ്. നമുക്ക് ഇരിക്കാൻ പോലും ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് തിരക്കൊന്നും ഇല്ലാത്തൊരു ഹോട്ടലിൽ കണ്ടുപിടിച്ചു. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ കറണ്ട് പോയി. അതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു. ഇവിടെ ആണെങ്കിൽ മീൽസും ബിരിയാണിയാണ് ഉണ്ടായിരുന്നത്. ഞാനൊരു വെജ് മീൽസും പിന്നെ അവരൊക്കെ ചിക്കൻ ബിരിയാണിയൊക്കെയാണ് കഴിച്ചത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ അടുത്ത് തന്നെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അപ്പോൾ അച്ഛനും മാമനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മുന്തിരി വാങ്ങിക്കാനായിട്ട് പോയിരിക്കായിരുന്നു. ഇവിടെ ഓരോ ബോക്സ് മുന്തിരിയായിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബോക്സ് മുന്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 മുന്തിരിത്തോട്ടാണുള്ളത്. ഇപ്പം നമ്മളിരിക്കുന്നത് ജെനീസ് ഗ്രേപ്സ് എന്ന് പറയുന്നൊരു തോട്ടത്തിൻ്റെ അവിടെയാണ്. പക്ഷേ നമ്മൾ ആദ്യം കയറിയിട്ടുണ്ടായിരുന്നത് MSR ഗ്രേപ്സ് എന്ന് പറയുന്ന തോട്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ആദ്യം കയറിയ തോട്ടത്തിൽ കയറി റെഡ് വൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാ ദിവസവും രാവിലെ കുടിക്കുന്നത് നല്ലതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഞങ്ങളാണെങ്കിൽ 2 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഇതായപ്പോൾ കമ്പത്തുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ എവിടെ പോകുമെന്നുള്ളത് കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ പഴനിയിൽ പോകാമെന്ന തീരുമാനത്തിലാണ് എത്തിയേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മളിതാ നേരെ ചായയൊക്കെ കുടിച്ചിട്ട് ഇനിയിപ്പോൾ പഴനിയിലേക്ക് പോവാണ്. സാധാരണ നമ്മൾ പഴനിയിൽ പോകാൻ വ്രതമൊക്കെ എടുത്ത് മാലയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ നേരെ പഴനിക്ക് പോവാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴി തേനിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തേനിയിൽ മാർക്കറ്റിലേക്ക് ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇറങ്ങിയത്.
മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. പിന്നെ പഴനിയിലേക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. നൈറ്റ് 9:30 ആണ് നമ്മൾ എത്തുന്നൊരു ടൈം ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. അതുമാത്രമല്ല നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് റൂമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും കുഞ്ഞാപ്പനും മാമനും ഫ്രഷ് ലൈം കുടിക്കാനായിട്ട് ഇറങ്ങി. അവർക്കാർക്കും വേണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുമാണ് ഫ്രഷ് ലൈം കുടിക്കാനായിട്ട് ഇറങ്ങിയത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. ഫ്രഷ് ലൈം വന്നത് ഒരു ജഗ്ഗിൻ്റെ വലിപ്പമുള്ള ഗ്ലാസ്സിലാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും അന്തം വിട്ടിരിക്കുകയാണ്, ഇതെങ്ങനെ കുടിച്ച് തീർക്കും എന്നുള്ളതിൽ. പക്ഷേ മാമൻ മാത്രം ഇതൊന്നും കണ്ട് ഞെട്ടിയിട്ടില്ല. മാമനത് ഫുള്ള് കുടിച്ചു. കുഞ്ഞാപ്പൻ്റെ ആണെങ്കിൽ അങ്കും കാച്ചും ഒക്കെ ഇടയ്ക്ക് കുടിച്ചിട്ട് അവളുടേത് കുറച്ചൊക്കെ തീർന്നു. ഞാനാണെങ്കിൽ എത്ര കുടിച്ചിട്ടും ഗ്ലാസിൻ്റെ പകുതി പോലും കുടിക്കാൻ പറ്റുന്നില്ല. പിന്നെ നല്ല മധുരമായിരുന്നു, അത് കാരണം കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം പിന്നെ ഞങ്ങളതൊക്കെ ബാക്കി വന്നത് പാഴ്സലാക്കി കൊണ്ടുപോവാണ് ചെയ്തത്. പിന്നെ നമുക്ക് നല്ലൊരു പണി കിട്ടിയ എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന റോഡിലൂടെ പോകുമ്പോൾ റോഡ് കാണുമ്പോൾ നല്ല റോഡ് പണിയൊക്കെ കഴിഞ്ഞ് നല്ല റോഡാണ്. പക്ഷേ അവസാനം അതിൻ്റെ എൻഡിലെത്തുമ്പോൾ റോഡ് ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് വീണ്ടും തിരിച്ചു വന്നു. പിന്നെ കുറേ കറങ്ങിയാണ് നമുക്ക് വഴിയൊന്ന് കറക്റ്റായിട്ട് വന്നത്. അങ്ങനെ അവസാനം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പഴനിയിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടുത്തെ ശിവ ലോഡ്ജിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ റൂമൊക്കെ സെറ്റാക്കി. പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ ഞങ്ങൾ ദോശ കഴിക്കാൻ വേണ്ടി വന്നു. ഇപ്പോൾ സമയം 12 മണിയായി. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങി. നാളെ രാവിലെ നമുക്ക് പഴനിയിൽ പോകാനുള്ളതാണ്. ഇവിടെ അങ്കുവിനെ നോക്കിക്കേ. അങ്കു ക്യാമറ കണ്ടിട്ടാണ് ഈ മുഖം പൊത്തിക്കൊണ്ടിരിക്കുന്നത്. അവൻ എന്താണെന്നറിയില്ല, ഇടയ്ക്ക് അവൻ ക്യാമറയിലെ മുന്നിൽ വരും, ഇടയ്ക്കാണെങ്കിൽ അവൻ്റെ ഇതുപോലെ മുഖം പൊത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ പഴനിയിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.